പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ നാവിന് ഒരു വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കണ്ണിന് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കാതിന് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ കൈകൾക്ക് ആ വിലായത്തിന്റെ കഴിവുണ്ട്, അവരുടെ ഓരോന്നിനും ഉണ്ട്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയിൽ നിന്ന് അനുഭവമുള്ള എത്ര ആളുകൾ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിലുണ്ട്? എത്ര ആളുകൾ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ മടവൂർ ശൈഖുനായ കണ്ടവരുണ്ട്? കണ്ടവരെ കൈവന്തിക്കാൻ ഞാൻ പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകൾ ഇവിടെ മടവൂർ ശൈഖുനെ കണ്ട് അനുഭവമുള്ളവരുണ്ട്? നീറുന്ന കൽബുമായി 100 പ്രശ്നങ്ങളുമായി ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാന്റെ കാൽക്കലെത്തിയാൽ ബഹുമാനപ്പെട്ടവരോട് ലോകത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് വേണ്ട, ബഹുമാനപ്പെട്ടവര് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെ. എത്ര അനുഭവങ്ങളാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് ഔലിയാക്കൾക്ക് ദീനിന്റെ യഖീൻ, നമ്മുടെയൊക്കെ ഈമാനിന് ഉറപ്പുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകം ആളുകളെ നിശ്ചയിക്കും. അമ്പിയാക്കളെ കാലത്ത് അമ്പിയാക്കൾ ഉണ്ടാകും, അമ്പിയാക്കൾക്ക് ശേഷം അനന്തരാവകാശികളായ ഔലിയാക്കൾ ഉണ്ടാകും. ഞാൻ പറയട്ടെ നിങ്ങളോട്, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ 2 ചെവിയും കേൾക്കാത്ത ആള്, 2 ചെവിയും കേൾക്കാത്ത ആള് റിഫായി ശൈഖ് തങ്ങളെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചാൽ മൂപ്പര് സലാം പറഞ്ഞാൽ അവര് മടക്കും. 2 ചെവിയും കേൾക്കാത്ത ആളാ, പക്ഷെ റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കേൾക്കും. ആളുകൾക്ക് അത്ഭുതമായില്ലേ? 2 ചെവിയും കേൾക്കൂല, റിഫായി ശൈഖ് സംസാരിച്ചാലോ സുഖമായിട്ട് കേൾക്കും ചെയ്യും. അപ്പൊ പിന്നെ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കൂലേ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും ആ വഅദ് കേൾപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ചൊക്ലിയിൽ ഇന്നത്തെ വഅദ് റിഫായി ശൈഖിനാണെന്ന് കൂട്ടിക്കോ, നിങ്ങൾ മൂപ്പര് ഇവിടെ നിന്ന് വഅദ് പറഞ്ഞാൽ മതി, ലോകം മുഴുവനും അത് കേൾക്കും. മൂപ്പര് വിചാരിക്കാണ് ഞാൻ ഈ പറഞ്ഞ വഅദ് പടച്ചോനെ ലോകത്ത് മുഴുവനും കേൾക്കണം എന്ന് വിചാരിച്ചാൽ കേൾക്കും. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മാല പാടുമ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കും ഒരു വരി. എന്താണത്? ഔലിയാക്കളുടെ കറാമത്ത് പറയുകയാണ്. 10-20ഓളം ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയത്തിന്റെ രത്ന ചുരുക്കം ബഹുമാനപ്പെട്ടവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകയും കേൾക്കും അതെന്നോവർ. അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ അള്ളാഹിന്റെ തൃപ്തി പ്രകാരം അള്ളാഹുവിന്റെ ദീനിന്റെ വഅദ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ആലം ലോകം മുഴുവനും അത് കേൾക്കും എന്നോവാ. അപ്പൊ നമ്മളെ ചെറിയ സൊക്കേടുള്ള ആൾക്കാരുണ്ട്, ഈമാന് രോഗം പറ്റിയ ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ക്യാൻസർ രോഗം എന്നൊക്കെ പറയുന്നില്ല നമ്മൾ. എന്ന മാതിരി ഈമാന് രോഗമുള്ളതിന് അതിൽപ്പെട്ടതാണ് ഈ മുജാഹിദ്, ജമാഅത്ത്, ബാക്കിയുള്ളത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഓരോ ഗുണവും ഇപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഓരോ പ്രചരിപ്പിക്കാനുള്ള യോഗ അല്ലല്ലോ ഇപ്പത്. അതുകൊണ്ട് ഞാനൊരു നല്ല സദസ്സ് കേടെടുത്തുന്നില്ല. അള്ളാഹു തആല നമുക്ക് ഖൈറ് തരട്ടെ. ഈ ബിദ്അഈ പാർട്ടിക്കാരൊക്കെ ഈമാന് രോഗം പറ്റിയതാക്കി. അതുകൊണ്ട് അവർക്ക് ഇത് എന്തായിട്ട് തോന്നും? ഓവറായിട്ട് അല്ലേ? എന്താ ഓർമ്മപ്പെടുത്തിയത്? ചൊക്കളിന്ന് വഅദ് പറയുമ്പോ മാഹിയിൽ കേൾക്കുന്നു പറഞ്ഞാൽ തിരക്കുള്ള അല്ലേ? കോഴിക്കോട്ടറ്റം കേട്ടു എന്ന് പറഞ്ഞാലും എന്തൊക്കെ ഇത് കേരളത്തിൽ നിന്നും വിട്ടിട്ട് ഇന്ത്യയും കഴിഞ്ഞിട്ട് ലോകം മുഴുവനും കേൾക്കുക ഇത് തന്നെയാണല്ലോ. അത് കേൾക്കുമ്പോ നമ്മളെ കൂട്ടത്തിലെ ചില ആൾക്കാർ അത് ശരിയാ, ഈ അത് ശരിയാന്ന് പറയണ്ടല്ലോ എല്ലാത്തിനും. ഓരോ ഷെറിന്ന് അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കും. ഭയങ്കര ഷെറ് ഓരക്കോട്ടെ. അത് ശരി, ഏത് ശരിയാണ്? ഇത് ശരിയാന്ന് പറയും. എൻ്റെ അടുത്ത് എന്ത് വിവരാള്? എല്ലാത്തിനും അങ്ങ് ശരി വെക്കലാണ്. ഒരു മൗലിദിന്റെ സദസ്സിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുക. ബാപ്പ മരണപ്പെട്ട ഒരു ആണ്ടിന് മൗലിദ് ഓതാൻ നിൽക്കുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് കാത്തു നിന്ന് മൗലിദ് കിതാബെല്ലാം വെച്ചിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഒരു പുയ്യാപ്പളയും വന്നു. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അല്ല മൗലിദ് വേണോ, നമുക്ക് യാസീൻ പോരെ? അപ്പൊ കുറച്ചാളിങ്ങനെ പുയ്യാപ്പളയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാളിങ്ങനെ മിണ്ടാണ്ട്. അപ്പൊ പുയ്യാപ്പളുടെ വക പിന്നെ അല്ലെങ്കിലും മൗലൂദും യാസീനും പറ്റി യാസീൻ തന്നെയല്ലേ നല്ലത്. അപ്പൊ ഒരാൾ അത് ശരിയാ.
അപ്പൊ നോക്കി നിങ്ങളെടുത്ത് അത് ശരിയാ, ഏത് ശരിയാന്ന് തുടങ്ങിയിട്ട് അപ്പൊ പുയ്യാപ്പിളക്ക് ആ ശരി മൗലൂദും യാസീനും ആയിട്ട് ഏതന്നെയല്ലേ? യാസീൻ തന്നെ. അപ്പൊ കുറെ ആൾക്കാർ അത് ശരിയാ, അല്ല ശരിയല്ലേ അല്ലേ? അപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ഒരു വഹാബി ഒന്നും അല്ല, അങ്ങനത്തെ ഒരു വഹാബി ആണെങ്കിൽ യാസീനും വേണ്ടെന്നല്ലേ പറയാ അല്ലേ? ഇത് ഇവർക്കറിയോ? ഈ പുയ്യാപ്പിള വന്നത് എന്തിനാ? ഇത് പണ്ട് ഇയാൾ ചായ ചോദിച്ച പോലെ ചായ ചോദിക്കാറില്ല ഒരാൾ വരക്ക് വരുമ്പോൾ. അല്ലടോ ചൂടുവെള്ളമില്ല ഇവിടെ, നല്ലോണം അങ്ങ് തിളപ്പിച്ചേക്കെ, ലേശം പൊടി അങ്ങോട്ടേക്ക്. അല്ല ഇവിടെ പാലില്ലേ, കുറച്ച് പാലും അങ്ങ് വെച്ചേക്ക്. ചൂടുവെള്ളം ചോദിച്ചിട്ട് ചായ ആക്കുന്ന ചില ആൾക്കാരാണ്. എന്ന പോലെ ഈ കൊല്ലം മൗലിദ് വേണ്ട, അടുത്ത കൊല്ലം യാസീൻ വേണ്ട, പിറ്റത്തെ കൊല്ലോ ദുആയും വേണ്ട. 3 കൊല്ലം കൊണ്ട് പുയ്യാപ്പിള ആ പുര മുഴുവനും വഹാബിയാവും. ഇത് ശരിയാന്ന് പറയാൻ കുറച്ച് ആൾക്കാരാണ്. അങ്ങനെ എല്ലാത്തിനും ശരി വെക്കാൻ വിവരം വേണ്ട. നിങ്ങളും സ്വീപ്പായോ? മൗലൂദും യാസീനും ഏതാണല്ലേ? അല്ലാഹ് നിങ്ങളും കൂടി കേൾപ്പില്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കണം. എടോ മൗലൂദും യാസീനും ഏതാ നല്ലത്? അത് യാസീനാന്നുള്ളൊരു പാർക്കെങ്കിലും തർക്കമുണ്ടോ? എല്ലാവർക്കും അറിയാം, എല്ലാറ്റിലും ശ്രേഷ്ഠമായത് ഏതന്നെയാണ്? ഖുർആൻ തന്നെയാണ്. അതിൽ പാർക്കും തർക്കമല്ലല്ലോ. ശരി, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അത്തയ്യാത്തും യാസീനും ഏറ്റവും നല്ലത് ഏതാ? അല്ല, നിങ്ങളങ്ങനെ വിട്ടാൻ പറ്റൂല. അത്തഹയ്യാത്തും യാസീനും ഏറ്റവും നല്ലത് ഏതാ? അത്തയ്യാത്ത് അല്ലേ? അതോ യാസീനോ? ഏതാല്ലേ? വജ്ജത്തും കുല്ലു അല്ലാഹു ഏറ്റവും നല്ലത് ഏതാ? കുല്ലു അല്ലാഹു. എന്നാ പിന്നെ നിങ്ങൾ അല്ലാഹു അക്ബർ, കുല്ലു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, വജ്ജത്ത് വേണ്ട? അല്ല, യാസീനും അത്തയ്യാത്തും ഏറ്റ് യാസീൻ തന്നെയല്ലേ അല്ലേ? എന്നാ പിന്നെ യാസീൻ വൽ ഖുർആനിൽ ഹകീം, അത്തയ്യാത്ത് വേണ്ട, യാസീൻ ഓതിയാൽ മതി. ഓരോരോ ആളുകളെ ചോദ്യമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാലും ഭയങ്കരം ചോദ്യം തന്നെ. മക്കത്തേക്ക് ഹജ്ജിന് പോകുന്ന ആൾക്കാരെ വസ്വാസാക്കുന്ന ഒരു ചോദ്യം അല്ലേ? അല്ലടോ, മക്കത്തല്ലേ 1 ലക്ഷം ഉള്ളത്? മക്കത്തല്ലേ ഏതുള്ളത്? 1 ലക്ഷം ഉള്ളത്. ഈ 1 ലക്ഷം ഉള്ളത് വിട്ടിട്ട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോണത്? എന്നാ പിന്നെ മക്കത്തെ 1 ലക്ഷം വിട്ടിട്ട് ഇനി എന്തിനാ അറഫി പോണത്? അത് തിരിച്ചു ചോദിക്കാൻ നമ്മളെ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർക്ക് കഴിയണില്ല. അത് ശരിയാ, ഏത് ശരിയാ? എല്ലാത്തിനും ശരിവെക്കാൻ നിൽക്കല. വഹാബിസത്തിനും ബിദ്അത്തിനും ഒക്കെ നമ്മളെ ശരിവെക്കലുകൊണ്ട് നമ്മൾ ഏണി വെച്ചു കൊടുക്കാൻ പാടുണ്ടോ? എത്ര മുഅ്മിനീങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ്. പണ്ടൊരാൾ മക്കത്ത് ഹജ്ജിന് പോയി, അയാളെ കൂടണ്ടേന്നൊക്കെ, അയാളൊരു അറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ്. അപ്പൊ അയാളോട് പറഞ്ഞ്, സാറി എന്തിനാ മദീനത്ത് പോണത്? ഇവിടെ അല്ലേ 1-ന് 1 ലക്ഷം ഉള്ളത്, അതുകൊണ്ട് മദീനത്ത് പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അയാൾ ചോദിച്ച്, ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് റസൂലുള്ള പറഞ്ഞതാണ്. എന്നാ പിന്നെ ഞാൻ ഉസ്താദിനൊന്ന് കണ്ടു തരട്ടെ. അല്ല ഇവിടെ 1 ലക്ഷം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? റസൂലുള്ളാഹി. പിന്നെ ഉസ്താദിനൊന്ന് കാണാൻ പോലും നല്ലതല്ല. അതാ കുറച്ചൊരു ബുദ്ധി സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്കൊക്കെ വേണം. നമ്മളിത് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ നമ്മളെ ഈമാൻ അയിമൽ കുറഞ്ഞു പോരാ, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തി പോരാ. നമ്മളവിടുന്ന് ഒരു പീടിയിൽ നിന്ന് കുട്ടികൾ തമ്മിൽ ഭയങ്കര തർക്കം. അപ്പൊ അവിടെ ഒരു അറബി മനുഷ്യ ജോലിക്ക് വന്നു. എല്ലാ മനുഷ്യകളിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ വന്നൊരാൾ ഭയങ്കര തർക്കം. അപ്പൊ ഒരു കുട്ടിയും ചോദിച്ചു, ഇതെന്തോ അവിടെ പറ്റിയ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒന്നുമില്ല ഉസ്താദ്, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്തേനു? അതിപ്പോ ഒരു അറബി മാസ്റ്റർ വന്നിട്ടുണ്ട്, അയാൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ പറയുന്നതെന്ന് ചോദിച്ചു. മന്ത്രിച്ചാ പ്രതിഫലല്ല എന്ന് അയാൾ പറഞ്ഞു. മന്ത്രിച്ചിട്ടൊരു കാര്യമല്ല. അത് നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പേരോട് ഉസ്താദിന്റെ വയലിൽ കേട്ടതെല്ലാം പറഞ്ഞു, അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്യുക, അയാളെ കയ്യെത്താത്ത ദൂരത്തേക്ക് ഇങ്ങോട്ട് നിൽക്കുക, എന്നിട്ട് കുറച്ചു നേരം അങ്ങ് മന്ത്രിച്ചുകൊടുന്നു. അതെന്താ മന്ത്രിക്കണമെന്ന്? ഇയാളെ വഹാബി വാക്കാണ് പറഞ്ഞുകൊടുന്നത്. അല്ല, ചീത്ത പറഞ്ഞ് മന്ത്രിക്കാൻ എല്ലാവർക്കും അറിയില്ല. തമ്മ തെറ്റാ എന്താ മന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈവൻ കുറച്ച് വിട്ട് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങി മന്ദിരം. വേണ്ടാത്ത മലയാളമാണ് മന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മറ്റേ ആൾക്ക് ഇങ്ങനെ റൈസായിട്ട് യാ അല്ലാഹ്, ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് ആൾ ഇളകി. ഇപ്പൊ ഞാൻ ചീത്ത പറഞ്ഞ് മന്ത്രിച്ചാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആയത്തുൽ കുർസി ഓതിയാ എങ്ങനെ ഉണ്ടാവും? ചീത്ത പറഞ്ഞ് മന്ത്രിച്ചാൽ ഇളകൂലേ?
പിന്നെ നല്ലത് പറഞ്ഞു വന്നിരിച്ചാ പറയാനുണ്ടോ? ഞാൻ പറയുന്നത് നമ്മക്ക് കിതാബോധ്യ വിവരം കുറവാണെങ്കിൽ മറ്റുള്ള കുറെ സംഗതി നമ്മൾ എടുത്തില്ലേ. അല്ലാഹു തആല ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു തആല തഖ്വ നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്താ? ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ദീന് അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴക്കാലത്ത് മഴ തന്നെയാണ് തരിക. അള്ളാഹു നമ്മളെ വഅദിനും ആണ്ടിനും ഒക്കെ അനുകൂലമായ റഹ്മത്ത് കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. മടവൂർ ശൈഖുനയുടെ ഹക്ക് കൊണ്ട് നമ്മളെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ബാക്കി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കാൻ സാധിക്കും, എല്ലാ സ്ഥലത്തും കേൾക്കും. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണോ? മുഅ്മിനീങ്ങൾക്കൊരു പ്രയാസമല്ല. എന്തേ? അത് അമ്പിയാക്കൾക്ക് കറാമത്ത് മുഅ്ജിസത്തായി കിട്ടിയത് ഔലിയാക്കൾക്ക് കറാമത്തായി ലഭിക്കുന്നതാ. നബിമാരെ ചരിത്രം നോക്ക് നിങ്ങൾ. എന്താ നബിമാരെ ചരിത്രം? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ പണി കഴിഞ്ഞു. കഅബ ശരീഫിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പൂർത്തീകരിച്ച് സന്തോഷിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഇബ്രാഹിം നബിയെ അദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ മുഴുവനും ഹജ്ജിന് വിളിച്ചോളൂ നബിയേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഹജ്ജിന് വിളിച്ചോളി എന്ന് പറഞ്ഞു. ജബൽ അബീ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കയറി നിന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 ഭാഗത്തേക്ക് നോക്കി. ആരെങ്കിലും കാണാനുണ്ടോ? ആരെയും കാണാനില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവേ ഞാൻ ആരെയാണ് വിളിക്കാൻ? ജനങ്ങൾക്ക് നിങ്ങൾ ഹജ്ജിന്റെ ഓർഡർ കൊടുത്തോ? വിളിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു, അയ്യുഹന്നാസ്, ലോക ജനങ്ങളെ, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, അയ്യുഹന്നാസ്, ലോക ജനങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 ഭാഗത്തേക്കും വിളിച്ചു. ആ വിളി നമ്മൾ ചൊക്ലിയിൽ കേട്ടില്ലേ? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലേ? അത് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കേട്ടില്ലേ? അത് വാപ്പമാരുടെ മുതുകിലേക്ക് കേട്ടില്ലേ? ലോകം മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് അത് ലോകം മുഴുവനും കേട്ടുവെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ അനന്തരാവകാശിയായ റിഫായി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കേൾക്കൂലേ? എന്നാ പിന്നെ മാല മുഴുവനും പാടി നോക്ക്. അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തില്ലാകെ കേൾക്കും അതെന്നോവർ. എങ്ങനെ കേൾക്കല്? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. എന്നിട്ട് പറഞ്ഞാൽ മതി ശരി. അല്ലാതെ ആദ്യത്തെ വരി കേട്ടുമ്പോ അത് ശരിയാന്ന് പറയുന്നത് അപ്പുറം കൂടി പോകുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞപ്പോൾ ലോകം മുഴുവനും കേട്ടോ? അത് കറാമത്താണ്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റ സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോൾ ലോകം മുഴുവനും കേട്ടോ? അത് മുഅ്ജിസത്താണ്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി ലഭിച്ചത് അനന്തരാവകാശികൾക്ക് കറാമത്തായി ലഭിക്കും. അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. ഏതുപോലെ? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാരുടയവൻ കേൾപ്പിക്കും എന്നോവർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് അങ്ങോട്ട് കേൾക്കാനും ഇങ്ങോട്ട് കേൾക്കാനും അള്ളാഹു തആല കൊടുക്കുന്ന കഴിവുകൾ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. മുത്തഖീങ്ങളായ ആളുകളാണ് ഔലിയാക്കൾ. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവുകളാണ്. ആ കഴിവുകൾക്ക് നമ്മളാരും പരിധി നിശ്ചയിക്കണ്ട. ആ കഴിവുകൾക്ക് നമ്മളാരും അതിർത്തി നിശ്ചയിക്കേണ്ടതില്ല. അത് അള്ളാഹു കൊടുക്കുന്നതാണ്. കൊടുക്കുന്നത്ര കൊടുക്കും. കൊടുത്ത ചരിത്രമുണ്ട്. ആ ഔലിയാക്കളെ പിൻപറ്റിക്കൊണ്ട് അവരുടെ ജീവിതമാർഗം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പുറകിൽ പോകുമ്പോൾ അവരുടെ പുറകിൽ നമ്മയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ പിൻതലമുറയിലെ ഒട്ടേറെ കുത്തുബീങ്ങളും ഔസിയങ്ങളും ഔലിയാക്കളും ആ ഔലിയാക്കളെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച് മാതൃക കാണിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ എപ്പോഴും മോനോട് പറയും, മോനെ എനിക്കൊന്ന് ഖദർ നബിനെ കാണാൻ താല്പര്യമുണ്ട്. ഖദർ നബി അലൈഹിസ്സലാമും മടവൂർ ശൈഖുനയും വല്ലാത്ത ബന്ധത്തിലാണ്. നല്ല ആത്മീയ ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ. ഒരു ദിവസം വീട്ടിലേക്ക് ഭക്ഷണത്തിന് സമയമായി. മടവൂർ ശൈഖുനാ അവർകൾ വന്നു. ഉമ്മ ഭക്ഷണം എടുത്തു കൊടുത്തു. ഒരു വിരുന്നുകാരനും കൂടെ ഉണ്ട്. രണ്ടാളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷായിട്ട് ദുആ ചെയ്ത് അവര് പിരിഞ്ഞുപോയി. പിന്നെ മോൻ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ ഖദർ നബിനെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നീ എനിക്കത് സൗകര്യം ചെയ്തു. അപ്പൊ ഉമ്മ, ഉച്ചക്ക് ഇന്ന് ഇവിടെ ഒരു വിരുന്നുകാരൻ വന്നില്ലേ, അതല്ലേ ഖദർ നബി അലൈഹിസ്സലാം. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖദർ നബി അലൈഹിസ്സലാമുമായി അത്ര അടുത്ത് ബന്ധമുണ്ടായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനാ അവർകൾ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ഈമാനിന്റെ വർധനവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും മഹത്തുക്കളെ നിശ്ചയിക്കും. ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് ആ മഹാന്മാരിൽ നിന്ന് അത്ഭുതങ്ങൾ കാണും. അതാണ് ഞാൻ ശൈഖുനാ AP ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇത്രയധികം ആക്ഷേപങ്ങൾ കേട്ടാൽ ഒരൊറ്റ ദിവസം മുന്നോട്ട് പോകാൻ അള്ളാഹുവിനെ പേടിക്കാത്ത ഒരാൾക്ക് സാധിക്കുമോ? ഏതെല്ലാം രൂപത്തിലുള്ള ആക്ഷേപങ്ങളും കോലാഹലങ്ങളും അധിക്ഷേപങ്ങളും കേസുകളും കുലുമാലുകളും. സുബ്ഹാനല്ലാഹ്, ഒരാളെ കേരളത്തിൽ കാണാനില്ലാതായപ്പോൾ AP ഉസ്താദിനെ കൊലയാളിയായി ചിത്രീകരിച്ചുകൊണ്ട് കൊലപാതകത്തിന് കേസെടുത്തിട്ട് ഉസ്താദിനെ വിചാരണക്ക് കൊണ്ടുപോയില്ലേ? അത്ര വരെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഉസ്താദിന് തളർച്ച പറ്റിയോ, മനസ്സിനൊരു കോട്ടം പറ്റിയോ? ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ എന്തിനാണ് ഈ പണിക്കൊക്കെ നിൽക്കുന്നത്, ഞാൻ ഇതിൽ നിന്നൊരു ഒഴിവാകട്ടെ എന്ന് എപ്പോഴെങ്കിലും ഉസ്താദിന്റെ മനസ്സിൽ തോന്നിയോ? നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെട്ട് താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ബേജാറായിട്ട് ഇരിക്കുന്നത് ദുനിയാവ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയധികം ആക്ഷേപങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ട് ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം. ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിക്കട്ടെ, നല്ലത് പറയുന്നവൻ നല്ലത് പറയട്ടെ. അത് കണക്കാക്കിയിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ കൽബിലുള്ളത് അല്ലാഹു അല്ലാഹ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയത്തിന് സമാധാനം കിട്ടണോ? അല്ലാഹ് എന്ന് കേൾക്കണം. ഹൃദയത്തിന് സമാധാനം കിട്ടണോ? അല്ലാഹ് എന്ന് പറയണം. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തിയിട്ട് ശത്രുക്കളെ മുഖത്തേക്ക് മണൽ വാരി എറിഞ്ഞിട്ട് പാതിരാക്ക് റസൂലുള്ള പുറപ്പെട്ടില്ലേ? വഴിക്ക് വെച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ടവരെ പാതിരാ സമയത്ത് നടന്ന് വാറസൗർ പർവ്വതത്തിൽ വന്നില്ലേ? ആ മലയുടെ മുകളിൽ കയറിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ പോയിരുന്ന് റസൂലുള്ളാഹി തങ്ങൾ ഗുഹയിലേക്ക് വന്ന് രണ്ടാളും ആ ഗുഹയിൽ വന്ന് താമസം ആരംഭിച്ചപ്പോൾ ആ ഗുഹാമുഖത്ത് ഒരു ചിലന്തി ഇങ്ങനെ വലകെട്ടിയില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന കാവലിന് വലിയ വലിയ ആയുധവും പട്ടാളവും വേണ്ട.
ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്ത്, ചെലന്തി വലയാണ് വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും വഈഫായ വീട്. ആ വഈഫായ വീട് കെട്ടിയിട്ടുള്ള ചിലന്തി വല കെട്ടിയിട്ട് അതുകൊണ്ട് അല്ലാഹു തആല കാവൽ നൽകിയില്ലേ. 2 മാടപ്രാവുകൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും പറന്നെത്തി. ആ 2 പ്രാക്കൾ ഇങ്ങനെ മുഖാമുഖം ആ ഗുഹാമുഖത്തി ഇരുന്നു. അവർ 2 പേരും ഒന്ന് മുഖാമുഖം നോക്കിയിട്ടൊന്ന് സംഭാഷണം നടത്തി. അല്ലാ നബിതങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിൽ താമസിക്കുന്ന 3 രാത്രിയും ആ മാടപ്രാക്കൾ ആ 3 രാത്രിയും അവര് ഉറങ്ങിയില്ല. ആ 3 രാത്രിയും പകലും അവര് ഭക്ഷണം കഴിച്ചില്ല. ആ 3 ദിവസവും ആ പ്രാക്കൾ വെള്ളം കുടിച്ചില്ല. വന്നുൽ ഹമാമ വവന്നുൽ അൻകബൂത അലാ ഖൈരിൽ ഖലായിഖ് ലം തുൻസജ് വലം തഹുമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ആ 2 മാടപ്രാക്കൾ ഒരൊറ്റ ഇരുത്തം നബിതങ്ങൾക്ക് കാവലായിട്ട്. ഓ പ്രിയപ്പെട്ടവരെ, കരസേനയും വ്യോമസേനയും നാവികസേനയും അടക്കം എല്ലാ പട്ടാളക്കാരും ഒരു രാജ്യത്തെ ഗവൺമെന്റിനുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി അതാ ഊരിപ്പിടിച്ച വാളുമായി, നേരം പുലർന്നപ്പോഴേക്കും ഊരിപ്പിടിച്ച വാളുമായി 100 കണക്കിന് ശത്രുക്കൾ നബിതങ്ങളെ കണ്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് തലയെടുത്ത് കൊണ്ടുവരാൻ അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മാനം ഏറ്റുവാങ്ങാൻ എത്ര ശത്രുക്കളാണ് ആയുധമെടുത്ത് വിരോധികളായി വന്നിട്ടുള്ളത്. അവർക്കൊക്കെ രക്ഷപ്പെടുത്താൻ ഒരു ചിലന്തി വലയുമുണ്ട്, 2 മാടപ്രാക്കളുമുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കൾ നബിതങ്ങളെ തേടി തേടി വന്നിട്ട് അതാ നബിതങ്ങൾ താമസിക്കുന്ന ഗുഹയുടെ മുകൾ ഭാഗത്തു കൂടെ ശത്രുക്കൾ ഇങ്ങനെ നടക്കുന്ന കാലിന്റെ സൗണ്ട് താഴ്ഭാഗത്തേക്ക് കേട്ടു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ മുകളിലേക്ക് നോക്കി. അല്ലാഹ്, ആ മുകളിലേക്ക് നോക്കുമ്പോൾ അതാ ഒരു ദ്വാരത്തിലൂടെ മുകളിലൂടെ ചവിട്ടി നിൽക്കുന്ന ശത്രുവിന്റെ കാലിനടിയിലെ നിറം, കാലിനടിയിലെ വെളുപ്പ് നിറം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു. അപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ വിളിച്ചിട്ട്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ആ മുകളിൽ കാണുന്ന ശത്രുവിനെ കണ്ടില്ല നബിയെ? അവനെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയേ? സിദ്ദീഖ് തങ്ങൾക്ക് സ്വന്തം ജീവനല്ല പ്രശ്നം, നബി തങ്ങൾക്ക് വല്ലതും സംഭവിക്കുന്നത് ഞാനും കൂടെയുള്ളപ്പോഴായിപ്പോയാലോ? ഈ ഖേദം എനിക്ക് തീരുമോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, പടച്ചവനെ, മുത്തുനബിക്ക് വല്ലതും സംഭവിക്കുന്നത് എന്റെ കൺമുന്നിൽ വെച്ചായാലോ? സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് ആ കാലിങ്ങനെ കാണിച്ചു കൊടുത്തു. നബിയേ, ആ സമയത്ത് പേടിച്ച് വിറക്കുന്ന സിദ്ദീഖ് തങ്ങളെ കൽബിന് സമാധാനം കിട്ടാൻ മുത്തുനബി കൊടുത്ത മരുന്നെന്താണ്? അല്ല സിദ്ദീഖ് തങ്ങളെ, അവർ 2 പേരും താമസിക്കുന്നത് ഖുർആൻ പറഞ്ഞില്ലേ? ആ സമയത്ത് മുത്തുനബി ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഗുഹയിൽ നമ്മൾ 2 പേരും മാത്രമാണോ? ഈ ഗുഹയിൽ നമ്മൾ 2 പേരും മാത്രമാണോ? അല്ലാഹു നമ്മുടെ കൂടെ ഇല്ലേ? ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബിയല്ലാഹു ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സിദ്ദീഖേ, അല്ലാഹു കൂടെയുണ്ട്. ഹസ്ബിയല്ലാഹ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്ർ ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്ക് കാവലായി അല്ലാഹു. അല്ലാഹ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഹൃദയത്തിന് അടക്കം വരാൻ, ഹൃദയത്തിന് സമാധാനം വരാൻ, ഹൃദയത്തിന് നല്ല ചാഞ്ചല്യമുള്ള സമയത്ത് നമുക്ക് പിടിച്ചു നിർത്താൻ അല്ലാഹ് എന്ന ദിക്റിന് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ഈമാനിന്റെ ശക്തി.